ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചിക്കൻ കറിയും ഒരു മിനി പൊറോട്ട എന്നൊക്കെ പറയാം. ഒരു മിനി പൊറോട്ട എന്നൊക്കെ പറഞ്ഞ് പൊറോട്ട അടിക്കൽ ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഈ ചിക്കൻ കറിയും രണ്ടും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 2 കപ്പ് 2 വലിയ സ്പൂണ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയാണ് നല്ലത്. അത് എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തി അല്ല, കുറച്ചും കൂടി ഒരു അയഞ്ഞ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അയഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ അയയാൻ പാടില്ല, പക്ഷെ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല തിളക്കുന്ന വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലും മാത്രമേ ഇതിന് സോഫ്റ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഉറപ്പ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്കിത് കുഴച്ചെടുത്തിട്ട് ഇതൊരു അരമണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഇത് സ്പൂൺ കൊണ്ടൊന്ന് നല്ല ചൂടുവെള്ളമല്ലേ, അപ്പം ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 30 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മൾ ഒരു പ്ലേറ്റിൽ എണ്ണ എടുത്തിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എന്നിട്ട് ആ എണ്ണ അതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മൾ നൂൽപ്പിട്ട് ഉണ്ടാക്കില്ല, അതുപോലെ ഈ മാവ് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ആ വെളിച്ചെണ്ണയിൽ കുറച്ച് ഭാഗം നമുക്കതൊന്ന് മേലെ ഭാഗമെല്ലാം ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റ്. ഇതിനി 1 മണിക്കൂർ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഞാനിത് 2 ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് വേറൊരു പ്ലേറ്റിലും കൂടി എടുത്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് അടച്ച് വെക്കാം. പിന്നെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് ചുടുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഇതന്നെ അടിക്കലും ഒന്നുമില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിനനുസരിച്ചൊരു ചിക്കൻ കറിയുമാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട നൂല് പരുവത്തിൽ. ഇത് പിന്നെ നല്ല ചൂടായതുകൊണ്ടാണ്. കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നൂല് പരുവത്തിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. വളരെ നൈസായിട്ടാണ് ഉള്ളത് ഇത്. അപ്പം നമുക്ക് ഇനി ഇത് ചുട്ടെടുത്തതിന് ശേഷം കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് 2-3 ഒഴിക്കുക, കുറച്ച് 3-4 വറ്റൽമുളക്, പിന്നെ നമ്മുടെ കുരുമുളക്, കുറച്ച് കറിവേപ്പില നല്ലോണം വറക്കാന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളർ വരെ വറക്കണം. നല്ലോണം ഫ്രൈ ആണ് എടുത്തിട്ട് കറി ആവശ്യത്തിന് ശേഷം നമ്മൾ സാധാരണ ഒരു മീഡിയം ഇതിൽ നല്ലോണം ബ്രൗണിഷ് ആകുന്ന വരെ നല്ലോണം, അതുകൊണ്ട് നല്ലോണം ഒന്ന് വറക്കണം. അപ്പം നല്ലോണം ബ്രൗണിഷ് ആയിട്ടെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ല. അത് ഞാൻ വിചാരിച്ച നമുക്കൊരു കറിയുടെ ടേസ്റ്റ് അപ്പം നമുക്കൊരു ചട്ടിയിലേക്ക് അത് അങ്ങോട്ടേക്ക് തണിയാൻ മാറ്റി വെച്ച് നമുക്കൊരു ചട്ടി ഫ്രൈ ചെയ്താൽ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്താൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ബ്രൗണിഷ് കളർ വരെ ഉള്ളി, തക്കാളി, 2 പച്ചമുളക്, വെളിച്ചെണ്ണ തന്നെയാണ് എല്ലാത്തിനും ചെറിയ ഉള്ളി, തക്കാളി, പിന്നെ ഒരു 2 ഉള്ളി, അതും 2 പച്ചമുളക്, 2 പച്ചമുളക്, വലിയ തക്കാളിയാണ് ഇതൊക്കെ ചെറുതാണെങ്കിൽ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വഴച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിനുശേഷം നമ്മുടെ മഞ്ഞൾ, മുളക്, മല്ലി, നമ്മുടെ ഗരം മസാല ചിക്കൻ മസാല ഉണ്ടാക്കാൻ ഇത് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമുളക് നമ്മൾ കുരുമുളക് പൊടി ഇടാത്തത് നമ്മൾ ആ ഫ്രൈ ചെയ്യുന്നതിന് കുരുമുളക് ഇട്ടോണ്ടേ ആവശ്യം നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടി ഇത് നല്ലോണം വഴറ്റണം. എന്നാലേ ഇത് കഴിഞ്ഞ് പോവാതിരിക്കാൻ ഇത് നല്ലോണം വഴറ്റിയിട്ട് ഇതൊക്കെ നല്ലോണം വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ നമ്മൾ കഴുകി റെഡിയാക്കി ചിക്കൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചിക്കൻ അങ്ങനെ ചിക്കൻ കഴുകി മസാലകളൊക്കെ ഇതിലുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് ആ ഒരു വൈറ്റ് കളർ പോലെ ചിക്കൻ അതുവരെ ഒന്ന് സിമ്മിൽ നമുക്ക് കുറച്ച് തിളക്കുന്ന വെള്ളം തന്നെ എല്ലാ കറികളും ഇങ്ങനെ വെള്ളമാണ് ഇങ്ങനെ നല്ല നേരത്തെ തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് നമുക്ക് ഭയങ്കര ഈ അരപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറേ വെള്ളമില്ല, ടേസ്റ്റുള്ള കറിയാണ്. വെള്ളം ആവശ്യമുള്ളവർ നല്ലോണം വെള്ളം വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും 2 ചെറിയ ഉള്ളി ടേസ്റ്റ് നല്ലോണം ഫ്രൈ ചെയ്തിടാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ്. വേറെ ചേർക്കാനില്ല, നല്ലോണം തിളച്ച്
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അടിപൊളി ടേസ്റ്റിലൊരു റെസിപ്പിയാണ് നാളികേരത്തിൻ്റെ പറയുകയാണെങ്കിലും പൊറോട്ട ആണെങ്കിലും പത്തിരി ആണെങ്കിലും എന്തിനും അടിപൊളി കറിയാണ്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എല്ലാവരും ഷെയർ ഒക്കെ ചെയ്യണം. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.